കാര്യങ്ങളാണ്. അപ്പൊ ഒരു സംഘടന എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയ ആളെ പ്രത്യേകത വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് നമ്മൾ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പഠിക്കേണ്ടത്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാലഘട്ടത്തിൽ ഹജ്ജിനും ഉംറക്കൊക്കെ പോണ ആൾക്കാർ മുല്ലക്കോയ തങ്ങളോട് സമ്മതം ചോദിച്ചിട്ടേ പോകലുണ്ടായിരുന്നുള്ളൂ എന്നാണ് കൊടുവള്ളി അബ്ദുൽ ഖാദർ എഴുതിയിട്ടുള്ള സമസ്ത വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ശംസുൽ ഉലമ വരെ എന്ന പുസ്തകമുണ്ട്, ഇസ്ലാമിക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചത്. ഞാൻ ഈ പറഞ്ഞ കഥയിലുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങളോട് സമ്മതം ചോദിച്ചിട്ടാണ് എല്ലാവരും പോയിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കുന്നംകുളത്ത് നിന്ന് ഒരു സംഘം ആളുകൾ ഹജ്ജിന് പോകാൻ വേണ്ടി സമ്മതം ചോദിക്കാൻ, അല്ലെങ്കിൽ ഉംറക്ക്, എനിക്ക് ഓർമ്മയില്ല, ഹജ്ജിനോ ഉംറക്കോ പോകാൻ വേണ്ടി സമ്മതം ചോദിക്കാൻ വന്നു. മുല്ലക്കോയ തങ്ങളെടുത്ത് ഒരു പുതിയ ഒരാളുണ്ടായിരുന്നു, അതായത് ഇസ്ലാമിലേക്ക് വന്നു ഒരാള്. അപ്പൊ എനിക്ക് എന്താ പേരിടേണ്ടതെന്ന് ചോദിച്ചു. അതിൽ മുഹമ്മദ് എന്ന് പേരിട്ടാ മതി പറഞ്ഞു. അപ്പൊ മുല്ലക്കോയ തങ്ങൾക്ക് ഒരു കാര്യസ്ഥണ്ട്, അയാളെ പേരും മുഹമ്മദാണ്, ഇയാളെ പേരും മുഹമ്മദായി. അപ്പൊ ഒരാളെ പുതിയ അഹമ്മദ് എന്ന് വിളിച്ചു. അങ്ങനെ ഒരു പുതിയ അഹമ്മദ് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മൂപ്പരൊരിക്കലും മുല്ലക്കോയ തങ്ങളോട് പറഞ്ഞു, എനിക്കൊരു ഉംറക്ക് പോകാൻ പുതിയ ഉണ്ട് പറഞ്ഞു. അങ്ങനെ കുന്നംകുളത്തുനിന്ന് കുറച്ച് പൈസ ഉള്ള ആൾക്കാർ സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നു ഉംറക്ക് പോകാന്. അപ്പൊ മുല്ലക്കോയ തങ്ങൾ ഓരോട് ചോദിച്ചു, നിങ്ങൾക്ക് കായുണ്ടെങ്കിൽ എന്റെ പുതിയ അമീനൊന്ന് കൊണ്ടുപോയിക്കോളി പറഞ്ഞു. ഓല് പറഞ്ഞു പൈസ ഉണ്ട് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാ പറഞ്ഞു. അങ്ങനെ പുതിയ അഹമ്മദ് ഉംറക്ക് പോയി. ഉംറ കഴിഞ്ഞതിന് ശേഷം കുന്നംകുളത്തേര് മടങ്ങുമ്പോൾ മൂപ്പര് പറഞ്ഞു, ഞാൻ ഇല്ല അമ്പടക്കാണ് പറഞ്ഞു. അങ്ങനെ മൂപ്പര് അവിടെ നിന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് അറക്കൽ മുസ്ലിം രാജകുടുംബത്തിന്റെ കൂടെ മുല്ലക്കോയ തങ്ങൾ ഹജ്ജിന് പോയി. ബോംബെ വഴിയാണ് പോണത്. ദീർഘമായ കഥയാണ്. ബോംബെയിൽ ചെന്നു. ബോംബെയിൽ ചെന്നപ്പോ അറക്കൽ രാജകുടുംബം കപ്പൽ വാടകയ്ക്ക് വിളിച്ചു പോയി. ആ വാടകയ്ക്ക് വിളിച്ചപ്പോ മുല്ലക്കോയ തങ്ങൾക്ക് അത് പറ്റിയില്ല. നമുക്ക് ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നില്ലേ, എന്തിനാ ഒരു കപ്പൽ ഒന്നിച്ച് വാടകയ്ക്ക് എടുക്കണമെന്നായി. അങ്ങനെ ഒരു തമ്മിൽ ചെറിയ തർക്കമുണ്ടായി. അങ്ങനെ അറക്കൽ രാജകുടുംബാംഗങ്ങൾ ഒരു കപ്പൽ വിളിച്ചു പോയി. മുപ്പരയിൽ കയറിയില്ല. മുപ്പരവിടെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കപ്പലിന് ടിക്കറ്റ് എടുത്തിട്ട് പോയി. അങ്ങനെ കൂടി ഏതായാലും ഹജ്ജിനെത്തി. ഹജ്ജ് കഴിഞ്ഞ് ഉംറയൊക്കെ കഴിഞ്ഞിട്ട് മദീനയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിലത്ത് കാലിട്ടാതെ ഒരാൾ ഇങ്ങനെ വന്നു. ഈ പറയുന്നത് കൊടുവള്ളി അബ്ദുൽ ഖാദർ എഴുതിയ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ശംസുൽ ഉലമ വരെ എന്ന ഇസ്ലാമിക് സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലുണ്ട്. ഒരാൾ ഇങ്ങനെ വന്നു. വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു, പുതിയ അഹമ്മദല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നമ്മൾ ഗൗസുൽ കഥയൊക്കെ പറയുമ്പോൾ കേൾക്കലുണ്ടല്ലോ, അപ്പോൾ കുലംബുക്കെ പുതിയ ഇസ്ലാമിനെ അബ്ദാലന്മാരാക്കി മാറ്റി അയച്ചോവറ്. പുതിയ അമ്മേനോട് ചോദിച്ചു, എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞാന് ളുഹർ നിസ്കാരത്തിന് മക്കയിലെ മസ്ജിദുൽ ഹറാമിലായിരുന്നു. അസർക്ക് ഇവിടെ ജമാഅത്തിന് കൂടണമെന്ന് കരുതിയിട്ട് വന്നതാണ്. മഗ്‌രിബ് ആകുമ്പോഴത്തിന് പറ്റണമെങ്കിൽ ബൈത്തുൽ മുഖദ്ദിസ്ക്ക് എത്തണമെന്നുണ്ട് പറഞ്ഞു. പൈക്കോ പറഞ്ഞു. അതാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞത്. നമ്മൾ വെറുതെ നിന്നോന്നല്ല അതിന്റെ പിന്നിലെ. മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയതാണ് സമസ്താന്ന് കരുതിയിട്ട് അതിന്റെ പിന്നിൽ നിന്നാ. ഇങ്ങനെ ഓരോരുത്തരും പഠിച്ചു നോക്കി. ഏറ്റവും നല്ല പഠനം എന്താ വെച്ചാല് വഫാത്ത് പഠിക്കലാണ്. ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നു എന്ന് തീരുമാനിക്കുന്നത് ഓന്റെ വഫാത്ത് എങ്ങനെയായിരുന്നു നോക്കിയിട്ടാണ്. മരിക്കുമ്പോ ഒരു ലായിലായുള്ളത് ചൊല്ലി കിട്ടാനാണ് നമ്മൾ ഇടങ്ങാറാണത്. 1000 ലായിലായുള്ളതാണ് ചൊല്ലി മരിച്ചിട്ടുണ്ട് കോയക്കുട്ടി ഉസ്താദ്. ചാപ്പനങ്ങാടി ഉസ്താദിന്റെ ദിക്ർ ഹൽക്ക ജീവിതകാലം മുഴുവൻ കൊണ്ടുനടന്നിരുന്നു. 1000 ലായിലായുള്ളതാണത്. മരിക്കണതിന് മുമ്പ് ആ ദിക്ർ ഹൽക്കാണ് നടത്തിയിട്ട് 1000 ലായിലായുള്ളതാണ് ചൊല്ലിയാണ് മരിച്ച ആളാണ് കോയക്കുട്ടി ഉസ്താദ്. ഇതൊക്കെ ഒരു ചെറിയ സംഭവമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇങ്ങനെ ഓരോരുത്തരും ശംസുൽ ഉലമന്റെ വഫാത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞതാണ്. KT മാനുസ്താദിന്റെ വഫാത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നു എന്ന് തീരുമാനിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം വഫാത്ത് എങ്ങനെയാണെന്ന് നോക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നേതാക്കളുടെ താരീഖുകൾ, പ്രത്യേകിച്ച് മുൻകഴിഞ്ഞവരുടെ താരീഖുകൾ നമ്മൾ നോക്കുക. അതാണ് നമ്മൾ ഇതിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ കാരണം. അവരുടെ പ്രവർത്തനങ്ങൾ അതെല്ലാം നമുക്ക് ഏത് ഘട്ടത്തിലും മുതൽക്കൂട്ടായിട്ടുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് നമ്മൾ നിലകൊള്ളുന്ന ആശയങ്ങളുടെയും അഭിപ്രായങ്ങളുടെയും ചരിത്രങ്ങൾ എന്ന് പറഞ്ഞത്. അതിൽ പലതും സംഭവിക്കും. അതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. നമ്മൾ കരുതിയമാതിരി അത്ര എളുപ്പത്തിലൊന്നും ഇതൊന്നും തീർന്നു പോകുന്നൊന്നും വിചാരിക്കണ്ട. തീരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ആഗ്രഹമില്ല എന്നല്ല ഈ പറഞ്ഞത്. എല്ലാം നല്ല നിലയിലാവട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തരട്ടെ, അങ്ങനെ തന്നെ തോർക്കണം. പക്ഷെ എപ്പോഴും നമ്മൾ തോരുന്ന മാതിരി ആഗ്രഹിച്ച മാതിരിയൊന്നും സംഭവിച്ചോണമെന്നൊന്നുമില്ല. സമസ്തനെ സംബന്ധിച്ച് ഇതിൽ ഇത്ര ആളുണ്ടാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഉള്ളവരുടെ ഹക്ക് പറയുക എന്നുള്ളതാണ് സമസ്തയുടെ നിലപാട്. അത് പലതും പോയേക്കാം, പലതും നഷ്ടപ്പെട്ടേക്കാം. നമ്മൾ കരുതാത്തൊക്കെ പലതും പോകാണ്ട്, അതൊക്കെ പോയും. ചിലപ്പം പോയിക്കൂടായി ഒന്നുമില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷെ നമ്മൾ ഈ ഹക്കിന്റെ കൂടെ ഉറച്ചു നിന്നേ പറ്റുള്ളൂ.
പോകാനുള്ളതൊക്കെ പോകും, ബാക്കിയുള്ളത് ഉണ്ടാവും. സ്വാഭാവികമാണല്ലോ ഇതിങ്ങനെ കുറഞ്ഞു വരണം എന്നുള്ളത്, അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും ആഗ്രഹിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഹക്കായ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മരണം വരെയും നിലകൊള്ളാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മുടെ ആദർശവും ആശയവും ഒക്കെ ആയി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു അടുത്ത വിഷയം കാണിച്ചവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഹക്കിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഖിദ്മത്തെടുക്കാൻ അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور آمين برحمتك يا أرحم الراحمين. അനുവദിക്കപ്പെട്ട സമയത്തിൽ 5 മിനിറ്റ് ബാക്കി വെച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.